ശരിക്കും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ അത് ഗുണം ചെയ്യുക ബി.ജെ.പി ആയിരിക്കും അല്ലെ? തീർച്ചയായിട്ടും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ആര് കോൺഗ്രസ് മുഖ്യമന്ത്രി ആയാലും ഈ പറയുന്ന 3 പേരായാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ജനങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല. കാരണം കാലിയായ ഖജനാവാണ് കിടക്കുന്നത്. അതിൽ എത്ര എലിക്കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കിടക്കുന്നുണ്ടെന്നൊക്കെ നോക്കി വരുമ്പോൾ തന്നെ 5 കൊല്ലം കഴിയും. പക്ഷേ കെ.സി. വേണുഗോപാൽ ആവുകയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ ഒരു ബൈ ഇലക്ഷൻ വരും. ശരിക്കും പറയുന്ന സങ്കടമാണ്. ഇപ്പോൾ അവർക്ക് 102 MLA-മാരുണ്ട്, കോൺഗ്രസിന് 63 MLA-മാരുണ്ട്. ആ സമയത്ത് ജയിച്ച വിജയാഹ്ലാദത്തിലിരിക്കുന്ന ഒരാളെ പിടിച്ച് പുറത്താക്കണം. ആരും വന്ന് പറയില്ല. ഇപ്പൊ സിദ്ദിഖ് സന്നദ്ധത കാണിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ആയത് വയനാട്ടില് പാർലമെന്റില്. അതുപോലെ ഇവിടെ കേരളം പിടിച്ചടങ്ങിയ ആ ഒരു ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇരിക്കൂറായിരിക്കും അദ്ദേഹം പ്ലേസ് ചെയ്യുക അല്ലെ? ഇരിക്കൂറായിരിക്കണം അദ്ദേഹം പ്ലേസ് ചെയ്യുക. അല്ല, അത് നമ്മൾ ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുള്ള കാര്യം തീർച്ചയാണ്. കഴിഞ്ഞ തവണ 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചതാണ് ബി.ജെ.പി ആലപ്പുഴയിൽ. ശോഭാ സുരേന്ദ്രൻ ജി ആയിരുന്നു അവിടുത്തെ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നത്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം മാറിയ പരിസ്ഥിതിയിൽ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ, ഡൽഹിയിൽ പോകണമെങ്കിൽ ബി.ജെ.പി പോയിട്ടില്ലേ കാര്യമുള്ളൂ. ഇവിടുന്ന് ഓൾറെഡി 2 മന്ത്രിമാരുണ്ട്. തീർച്ചയായിട്ടും എലക്ഷൻ ജയിച്ചു വരുന്ന ഒരു MP, ബി.ജെ.പിയുടെ MP, NDAയുടെ MP അവിടെ മന്ത്രിയാവുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നേ. അപ്പൊ ഒരു കേന്ദ്രമന്ത്രിയെ ആലപ്പുഴയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാല് അവിടെയുള്ള ആൾക്കാർ എന്തുമാത്രം എലിവേറ്റഡ് മൂഡിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അവിടെ നിന്ന് ഒരു കോൺഗ്രസ് MP ജയിച്ചിട്ട് എന്താ കാര്യം? കെ.സി. വേണുഗോപാൽ ജയിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലോകം മുഴുവൻ നടന്ന് ഭരിക്കാൻ, ലോകം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇന്ത്യ മുഴുവൻ നടന്ന് ഭരിക്കാനുള്ള സമയമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശരിക്കും ബി.ജെ.പി ഗുണം ചെയ്യാണ് ചെയ്യുന്നത്. ശരിക്കും ഗുണം ചെയ്യാണ് ചെയ്യുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറയുള്ളൂ, ഗാന്ധി എന്ന് പറയില്ല. ഗണ്ഡി കുടുംബമാണ്, ഫിറോസ് ഗണ്ഡിയുടെ പിൻതലമുറക്കാരാണ് ഈ വരുന്ന രാഹുലൊക്കെ. അപ്പൊ ഈ ഗണ്ഡിക്കുള്ള എല്ലാ ബുദ്ധിയും പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹമാണെന്നാണ് പറയുന്നത്. ഇന്നലെ ടി പത്മനാഭന്റെ ഒരു ഇന്റർവ്യൂ കണ്ടില്ലേ? എന്തൊക്കെ വിട്ടുതരാണ് അദ്ദേഹം പറഞ്ഞത്. നല്ലൊരു കഥാകൃത്തായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രായത്തിന്റെ ആധിക്യത്തിലുള്ള അസുഖങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറയുകയാണ് കെ.സി. വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിക്ക് എല്ലാ ബുദ്ധിയും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി എവൻച്വലി വിൽ ബിക്കം ദ PM ഓഫ് ഇന്ത്യ. ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ബുദ്ധിമാനായ ഒരാള് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ കേരളം എവിടെ എത്തിപ്പോ? ഇതൊക്കെ എങ്ങനെ നമ്മള് എന്താണ് വെള്ളം തൊടാണ്ട് വിഴുങ്ങാൻ പറ്റും? രാഹുൽ ഗാന്ധി തന്നെ ഒരു വിഡ്ഢിക്കൂഷ്മാണ്ടാണെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ വിഡ്ഢിത്തരങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് കെ.സി. ആണെന്നല്ലേ ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണല്ലോ ബി.ജെ.പിക്ക് ഏറെ ഗുണം ചെയ്യുന്നത്. ശരിക്കും ഞങ്ങളുടെ ഓരോ വീടുകളിലൊക്കെ എഴുതി വെക്കില്ലേ, ഈ വീടിന്റെ ഐശ്വര്യം ഇന്ന ദൈവം നമ്മൾ എഴുതി വെക്കൂലേ, അതുപോലെ ബി.ജെ.പിയുടെ ഐശ്വര്യം ഇതുപോലെ വിഡ്ഢിക്കൂഷ്മാണ്ഡമായ ഒരു പ്രതിപക്ഷ നേതാവെന്ന് തന്നെ വിചാരിക്കണം. എന്തെങ്കിലും അദ്ദേഹം പറയുന്നതിന് കാര്യമുണ്ടോ? അദ്ദേഹത്തിന് ഇത്രയും വലിയ സീരിയസ് ആയിട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മുങ്ങിപ്പോവുക, അപ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. കാണാനില്ല അദ്ദേഹത്തിന്. കട ഇവിടെ പോയി ആർക്കും അറിയില്ല. പലരും പറയുന്നു സത്യമാണെന്നല്ല, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. പല ഭാര്യമാരും ഉണ്ട്, പല കുട്ടികളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ വലിയ അധോലോക നായകന്മാരുടെ മക്കളാണ് ഭാര്യ പദവി അലങ്കരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ ആർക്കും അറിയണ്ടേ? ഇപ്പൊ തന്നെ ഇന്ന് കെ.സി. വേണുഗോപാലിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ബി.ജെ.പിക്ക് അനുകൂലമാവുമെന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും അനുകൂലമാവും. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഒരു ഇലക്ഷൻ അർഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വേറെ. 2 ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഇത്രയും വലിയൊരു നേതാവിനെ കിട്ടാൻ വേണ്ടി രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ മോശമുണ്ടോ? അല്ല, ഈ 3 പേരിലും ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം അല്ല. അതും ആഭ്യന്തര മന്ത്രിയായിട്ടിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആളാണ്, NSUIയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതായത് ഇന്ന് ഈ മുഗൾ വാസ്നിക് എന്നൊക്കെ പറയുന്ന ആൾക്കാര് വളരെ ചെറിയ പൊസിഷനിൽ ഇരിക്കുമ്പോൾ NSUIയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. സതീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സതീഷിനുള്ള ഒരേ ഒരു ഭരണപാഠം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാനായിരുന്നു. ഒരു കേരള പോലും അല്ല, മഹാത്മാഗാന്ധി എന്ന് പറയുകയാണെങ്കിൽ കോട്ടയം, എറണാകുളം, പത്തനംതിട്ട അങ്ങനെ 3 ജില്ലകൾ, ഇടുക്കി, ആ ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ യൂണിയന്റെ ചെയർമാൻ ആയിരുന്നുള്ള ഒരു ഭരണപാഠവും മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. 5 വട്ടം MLA ആയിട്ടൊന്ന് പറവൂര് പോയി നോക്കിയിട്ടുണ്ട്. ഞാൻ പറവൂര് ആണ് എന്റെ തറവാട് ഇരിക്കുന്ന സ്ഥലം. ഈ ഇലക്ഷനോടനുബന്ധിച്ച് പറവൂര് ശരിക്കും മത്സരിച്ചേച്ചിയുടെ കൂടെ പ്രവർത്തിച്ചിട്ട ആളാണ്. 5 കൊല്ലം MLA ആയാൽ പോരെ?
ആ ഒരു സ്ഥലം നന്നാവാനായിട്ട് ഇനിയും എന്ത് വികസനം അവിടെ കൊണ്ടുവരാനുള്ള. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഞാൻ അത് തന്നെ പറയും. ഹരിപ്പാട് മണ്ഡലത്തിൽ എത്ര കൊല്ലമായി രമേശ് ഇരിക്കുന്നു? അദ്ദേഹത്തിന് 5 കൊല്ലം 25 വർഷമാണ് പറയുന്നത്. 5 ടേം മുരടിപ്പാണ്. ഒന്നും നടന്നിട്ടില്ല. അവിടെ കൂടെ പോയി നോക്കൂ. അവിടുത്തെ കോളേജുകളിൽ ഒന്നും തന്നെ നല്ല നല്ല ഡിഗ്രി കോഴ്സുകൾ വന്നിട്ടില്ല, പുതിയ കോളേജുകൾ വന്നിട്ടില്ല, ഒരു പ്രൊഫഷണൽ കോളേജ് വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവായിട്ട് 5 കൊല്ലം അദ്ദേഹം ഇരുന്നിട്ട് കനാലാണ് എന്റെ ഭംഗി മുഴുവൻ. അവിടെ അദ്ദേഹത്തിന് എന്തെങ്കിലും ടൂറിസം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടല്ലോ? മണ്ഡലം ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്ത നേതാക്കളാണ്. എങ്ങനെയാണ് കേരളത്തിനെ ഡെവലപ്പ് ചെയ്യുക? KC സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ചാണക്യൻ എന്നൊക്കെ അവരുടെ ഭാഷയിൽ പറയും. നമ്മൾ അദ്ദേഹം കാണിച്ച ചാണക്യൊക്കെ നമ്മൾക്ക് അറിയാം, ചാണകം തന്നെ പറയേണ്ടി വരും. അദ്ദേഹം കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താ ചെയ്ത, സിദ്ധരാമയ്യയുടെ കാര്യത്തിലൊക്കെ എന്താ ആരെങ്കിലും നിന്ന് പ്രവർത്തിക്കുക. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഗുഡ് ബുക്സിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പുറകെ ഏറാൻ മൂലയായിട്ട് നടക്കുന്ന ആൾക്കാരെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുക. അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് കാണുന്നത്. അത് തന്നെയല്ലേ ഇവിടെ കാണുന്നത്. സ്വന്തം നാട്ടിൽ വന്നപ്പോൾ സതീഷിനെയും മാറ്റി നിർത്തി, രമേശ് ചെന്നിത്തലയും മാറ്റി നിർത്തിയിട്ട് ഞാനാണ് എല്ലാന്നും പറഞ്ഞ് മുമ്പിലേക്ക് കയറി വരുന്നത് എന്ത് ന്യായമാണ്? മുഖ്യമന്ത്രി മോഹം എല്ലാവർക്കും ആവാമല്ലോ. അല്ല അർജുൻ, ഞാനൊരു കാര്യം പറയട്ടെ, MP മാര് നിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഓർഡർ കൊടുത്തത് ആരാണ്? അതിന്റെ പുറകിൽ ആരായിരുന്നു? അല്ലെങ്കിൽ എത്രയോ MP മാർക്ക് MLA പദവിയിൽ വരണമെന്നും മന്ത്രിയാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം അവിടെ പോയിരുന്ന ചൂടും കൊണ്ടിരിക്കാന്നല്ലാണ്ട് ഒന്നും നടക്കൂല. അവിടെ ഭരിക്കുന്നത് NDA ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. പെട്ടെന്ന് അറിയാം, എനിക്ക് ഭാജപ നോർത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടാണ്. BJP എന്നല്ല പറയാ, ഭാജപ എന്നാ പറയാ, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതിന്റെ. അങ്ങനെ പെട്ടെന്ന് വന്നുപോയി. അപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായി അവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്ക് ഇദ്ദേഹത്തിന്റെ നമ്മുടെ പപ്പുവിന്റെ അടുത്ത്, രാഹുലിന്റെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് TV തല വരുന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ വരികയാണെങ്കിൽ 5 കൊല്ലം അദ്ദേഹത്തിന് ശരിക്കും ഭരിക്കാം. ഏത് പൊളിറ്റീഷ്യന്റെയും മനസ്സിലൊരു ആഗ്രഹമാണ് കൊടിവെച്ച കാറിൽ പോവുക എന്നുള്ളത്. MP ആയിട്ട് അല്ലെങ്കിൽ MLA ആയിട്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറയണ്ട. നമ്മുടെ പിണറായി അവസാന കാലഘട്ടത്തിലൊക്കെ 40 കാറിന്റെ അകമ്പടിയോടെ പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് പോവാനായിട്ട്, ജനങ്ങൾ മുഴുവൻ സഖാക്കളാണെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് പോവാൻ 40 കാറിന്റെ അകമ്പടി വേണോ? അദ്ദേഹം നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഗൺമാനൊക്കെ ചാടി ഇറങ്ങി അടിക്കുകയാണ്. ഇപ്പൊ തന്നെ തുടങ്ങി, അതിന് തിരിച്ചുള്ളത് അവരും തുടങ്ങി കഴിഞ്ഞു കേട്ടോ. കോൺഗ്രസിന്റെ ഇപ്പൊ SFI കാരെയൊക്കെ ഇട്ട് തലങ്ങും വരുമ്പും ചാമ്പണൊക്കെ നമുക്ക് TV തുറന്ന് അത് തന്നെ കാണാനുള്ളൂ. കഴിച്ചൊരിക്കൽ ഇരിക്കുകയായിരുന്ന പിന്നെ ഇപ്പൊ പോലീസുകാർക്കൊക്കെ ഇവരുടെ ഗുഡ് ബുക്സ് കയറി പറ്റണമല്ലോ. അപ്പൊ വേണ്ടെങ്കിൽ ആക്കാം. തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്താണ്? ആലപ്പുഴ. ആട്ടെന്നെ നമുക്ക് KC വിജയം ഉറപ്പാണോ? ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, അതുപോലത്തെ എത്രയോ നേതാക്കന്മാരുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ശോഭ ചേച്ചി അവിടെ നിന്നിട്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ട് കഴിഞ്ഞ KC വേണുഗോപാലിനെ പോലെ ആള് നിന്നിട്ട് വരെ പിടിച്ചെടുത്തു. അപ്പോ അവിടെ ഇനി ഇപ്പൊ എല്ലാവർക്കും അറിയാം ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി 3 കൊല്ലം ആരാണ് രാജ്യം ഭരിക്കാന്ന് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് 3 കൊല്ലം ഭരണകക്ഷിയുടെ ഒരാള് MP ആയിട്ട് വരികയാണെങ്കിൽ എന്തുമാത്രം വികസനം കൊണ്ടുവരാൻ പറ്റുന്ന തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ, മഹിളാ മോർച്ചയുടെ നേതാവ് എന്നുള്ള നിലയിൽ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ നിങ്ങൾ പറയും UP-യിലൊക്കെ എന്താ അവിടെ എന്താണ് നടന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണെന്നേ. ആലപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്തുമാത്രം ടൂറിസം മാത്രം മതി അവരുടെ ജീവിതരേഖ മാറി മറിയാനായിട്ട്. അവിടെയുള്ള കയർ വ്യവസായം, അങ്ങനെയുള്ള ഓരോ വ്യവസായങ്ങൾ കൂടെയും ജനങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ ബൈപ്പാസ് എത്ര കൊല്ലം, എനിക്ക് തോന്നുന്നു ഞാൻ 30 കൊല്ലം മുമ്പ് അതിനെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുള്ള ഒരാളാണ്. VJ കുര്യൻ ഒരു IAS ഓഫീസർ. അദ്ദേഹം പറഞ്ഞു, എന്റെ ഗസ്റ്റ് ആയിട്ടൊരു ചാനൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ അത് തുറന്നു കൊടുക്കും. ആ 2 ആഴ്ച ഇപ്പൊ 30 കൊല്ലത്തോളം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വികസനം കൂടെ വരണമെങ്കിൽ അർജുനൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ നമ്മൾ ആലപ്പുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ ആലപ്പുഴയുടെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ചെങ്ങന്നൂര് ഞാൻ ഇലക്ഷൻ നമ്മുടെ ശ്രീധരൻപിള്ള സാറിന്റെ ഇലക്ഷൻ ക്യാമ്പയിന് പോയപ്പോൾ അവിടെയുള്ള ആരും പറഞ്ഞത് ഇവിടെ ഒരു റോഡ് കണ്ടു. ഞങ്ങൾ 25 കുടുംബമുണ്ട്.
ചെങ്കൽ റോഡാണ് ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുക. ഞാൻ അവിടെ നിന്ന് നിതിൻ ഗഡ്കരി സാറിനെ വിളിച്ചു. അവിടെ അവരുടെ മുമ്പിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞ എന്താണെന്നറിയാമോ, 3000 കോടി രൂപയാണ് ഗ്രാമീൺ സഡക് യോജനയിലേക്ക് കേരളത്തിന് കൊടുത്തത്. ഇവർക്ക് വേണ്ട. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ എങ്ങനെ ഫണ്ട് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇവര് ചോദിക്കില്ലേ, മെമ്പറെ ഇതെങ്ങനെ പെട്ടെന്ന് റോഡ് ടാറായി, അപ്പൊ പറയണ്ടേ അവിടെ നിന്ന് വന്നാൽ BJPക്ക് വോട്ട് പോയാലോ. ഇതാണ് ഇവരുടെ ദുഷ്ടമനസ്സ്. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ദുഷ്ടമനസ്സ് അവരെയാണ്. ഞാൻ ഒന്നുമല്ല, ഒരു കൗൺസിലർ മാത്രമായിരുന്നു. എന്റെ ഡിവിഷനിൽ പോലും അല്ലാത്ത താന്തോണിത്തുരുത്തിന് വേണ്ടി എന്താണ് ഇൻലാൻഡ് നാവിഗേഷൻ മിനിസ്റ്റർ സർബാനന്ദ് സോണോവാൾ, അദ്ദേഹം തന്നെയാണ് പോർട്ടിന്റെയും ഷിപ്പ് യാർഡിന്റെയും മിനിസ്റ്റർ. അവിടെ ചെന്നപ്പോ പിറ്റേ ആഴ്ച എന്റെ ഒപ്പം അവരുടെ ബോട്ടില് ആള് വന്നു. താന്തോണിത്തുരുത്തില് 4.9 കോടി രൂപ സാങ്ഷൻ ആക്കിയത്. അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ അറിയിക്കൂ. അപ്പൊ ആലപ്പുഴ ഒരു MP വരികയാണെങ്കിൽ നമ്മുടെ നടുക്കാണ്, എറണാകുളം കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാം തീരദേശ റോഡ് ഒക്കെ വികസനം ഉണ്ടാവില്ലേ. എന്തിനും നമുക്ക് KC ആവട്ടെ. അതാണ് ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന. KC ആവട്ടെ. BJPയുടെ NDAയുടെ ഒരാൾ അവിടെ MP ആയിട്ട് ആ വികസനം, ആ മാറ്റം നമുക്ക് നേരി കാണാം.